ഹലോ ഗായ്സ്, ഇപ്പോൾ ഇരുട്ട് മൂടിയതുപോലെ തോന്നും നമ്മൾക്ക്. കാര്യം നല്ല മഴയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ്. ഈ മഴ സമയത്ത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ, ശരീരത്തിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ഒരു ശമനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മഴ പെയ്യുന്ന ശരീരമൊക്കെ ഒന്ന് തണുത്ത് നിൽക്കുന്ന ഈ സമയത്ത് വെറും വയറ്റിൽ കാലത്ത് അതല്ലെങ്കിൽ രാത്രി കിടന്ന് ഒരു 4 മണിക്ക് മുമ്പൊക്കെ യൂറിൻ പാസ് ചെയ്യാനൊക്കെ എഴുന്നേൽക്കുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് ഒരു വയറിളക്കി കളയാനുള്ള ഒരൊറ്റ ഗുളിക കുടിക്കുക. ഒരു ശകലം വെള്ളം, ചുടുവെള്ളമോ പച്ചവെള്ളമോ കുടിച്ചിട്ട് ഒന്ന് കിടക്കുക. അപ്പോൾ വയറെല്ലാം പിറ്റേ ദിവസം രാവിലെ നല്ല ശോധന കിട്ടും. എല്ലാം ക്ലിയറായിട്ട് എല്ലാ പിത്തം, കഫം അതുപോലെയുള്ള ദുഷിച്ച എല്ലാ സംഭവങ്ങളും ശരീരത്തു നിന്ന് പോവും. ജലദോഷം മുതൽ പിടിച്ച് എല്ലാ സംഭവങ്ങൾക്കും ആശ്വാസം ഉണ്ടാവും. ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസമായിരിക്കും. അത് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ മോഡേൺ മെഡിസിൻസിനെ മാത്രം ആശ്രയിക്കാതെ ചില ചികിത്സിക്കേണ്ടുന്ന രോഗങ്ങൾ ചികിത്സിക്കണം എന്നതിലപ്പുറം ഒരു പനി വന്നാലും ജലദോഷം വന്നാലും വയറ്റിളക്കം വന്നാലും ഒക്കെ മോഡേൺ മെഡിസിന് നമ്മൾ കൂട്ടുപിടിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലുള്ള ശരീരത്തെ ഒന്ന് സൂക്ഷിച്ച് നോക്കി സൂക്ഷ്മതയുടെ കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒട്ടുമിക്ക രോഗങ്ങൾക്കും നമുക്ക് മുട്ട് മടങ്ങാതിരിക്കുക, മുട്ട് നിവരാതിരിക്കുക, ഏണിപ്പടി കയറാൻ പറ്റാത്ത അവസ്ഥ വരിക, കോണിയിൽ ചവിട്ടി നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരിക, ഇതെല്ലാം ഒരു പരിധിവരെ ക്ഷമിക്കും എന്ന് മാത്രമല്ല നമ്മൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാനും സാധ്യത കുറവാണ്. അപ്പോൾ നമ്മളുടെ ശരീരഘടന എന്താണോ അത് നമ്മൾ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സകൾ നമ്മൾ തന്നെ ചെയ്യുക. ഒട്ടുമിക്കതും അപകടകാരികളല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവരും പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഫാസ്റ്റ് ഫുഡ്, മറ്റുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക. സൺഫ്ലവർ ഓയിൽ എന്ന പേരിൽ വരുന്ന പാക്ക് ചെയ്ത് വരുന്ന പെട്രോളിയം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. ടിൻ ഫുഡുകളും അതുപോലെ തന്നെ നമ്മുടെ പാക്കറ്റുകൾ അടച്ചു വരുന്ന ഭക്ഷണ വസ്തുക്കളും നമ്മൾ കഴിക്കാതിരിക്കുക. ചില മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ എന്താണോ കഴിച്ചിരുന്നത് അതിന് മോശത്തരം കരുതേണ്ട കാര്യമൊന്നുമില്ല. പഴഞ്ചൻ രീതി എന്ന് കരുതേണ്ട കാര്യമില്ല.